ഹായ് കൂട്ടുകാരെ, ഇന്ന് കുറച്ച് ചട്ടി മാറ്റലാണ് പരിപാടി. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ പെർലൈറ്റും കുറച്ച് ചകിരിച്ചോറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം കുറച്ച് മണ്ണൊക്കെ ഇട്ടു. അപ്പം ഈ പെർലൈറ്റ് എന്തിനാണെന്ന് വെച്ചാൽ മണ്ണ് ടൈറ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം ഈ മണ്ണെന്ന് പറഞ്ഞാൽ തന്നെ ഇത് നേരത്തെ കുറച്ച് വെജിറ്റബിളും അതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ അതും മുട്ടത്തോടും അങ്ങനെയൊക്കെ ഉള്ളത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മണ്ണാട്ടോ. പിന്നെ പെർലൈറ്റും അതിലെ കുറച്ച് ചകിരിച്ചോറും ഇത് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് വേണം ഇത് രണ്ടാമത് റിപ്പോർട്ട് ചെയ്യാൻ. കുറച്ച് ചെടികൾ വലിയതായി പോയായിരുന്നു. അപ്പം ചട്ടി മാറ്റേണ്ട സമയം എന്നോ കഴിഞ്ഞു. അപ്പം അതിന് വേണ്ടിയതാണ്ടോ, ഈ പെർലൈറ്റ് ഇട്ടാൽ മണ്ണ് ടൈറ്റ് ആവില്ല. അപ്പോൾ നമുക്ക് ചെടികൾക്കൊക്കെ വേരോട്ടം നല്ലപോലെ ഉണ്ടാവും. അപ്പോൾ അവിടെ കുറച്ച് വലിയ ചെടികളുണ്ട് കേട്ടോ. അപ്പം ഈ വലിയ ചെടികളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഫിലോഡെൻഡ്രോൺ നല്ല അടിപൊളി നല്ല സൈസുള്ളതുമാണ്. അപ്പോൾ ഇതിൻ്റെ പലതരമായിട്ട് ഒരു 5 എണ്ണം ഞാൻ 2000 രൂപയ്ക്ക് എല്ലാം ഫിലോഡെൻഡ്രോൺ അല്ല, ഒരു സെയിലിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോയില്ല. അപ്പോൾ വെച്ചത് ഇതിൻ്റെ ചട്ടിയൊക്കെ ഒന്ന് മാറ്റിയേക്കാൻ വെച്ച്. ഏതായാലും അത് ഇവിടെ തന്നെ നിൽക്കാനാണ് അതിൻ്റെ യോഗം തോന്നുന്നു, അറിയില്ല. എന്തായാലും അപ്പോൾ ഇത് വലിയ ചട്ടിയാണല്ലോ. അപ്പോൾ ലേശം അടിയിൽ 2-3 ചിരട്ടയൊക്കെ വെച്ചിട്ടോ, ആ ഓട്ടയുള്ള ഭാഗം ഉണ്ടല്ലോ ചട്ടീൻ്റെ, പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇലകളും, ഇത് നേരത്തെ എടുത്ത് വെച്ച കുറച്ച് ഇലകളാട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ചീഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഇതും കൂടി ഇട്ട്, ഇതിൻ്റെ വേര് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു കേട്ടോ. ആദ്യം ഒരുപാട് വേരുണ്ടായിരുന്നു ഇതിന്. പിന്നെ ഇതൊന്നാണ്, ഇതിൻ്റെ പേര് ലില്ലി പോലെയാണ്, പക്ഷേ ഇതിന് പൂവൊന്നും ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ഇലയ്ക്കാണൊരു പ്രത്യേകത ഉള്ളത്. ഇനി ഇതിൻ്റെ വേര് നോക്കിക്കേ, ആ ചട്ടി മുഴുവനോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് വേരായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നെ വേരങ്ങനെ കട്ട് ചെയ്തില്ല. അതിന് മണ്ണങ്ങ് പോയപ്പോൾ വേരെ കൂടി ചെറുതായ പോലെയായിരുന്നു. പിന്നെ ഈ ഒരു ചെടി, ഇതൊക്കെ അന്ന് ഞാൻ സെയിലിന് വെച്ചതായിരുന്നു. അത്യാവശ്യം വലിയ സൈസുമാണ്. ചട്ടി ചെറുതായതുകൊണ്ടാണ് ഇതൊന്നും അധികം പൊന്തി പോവാതിരുന്നത്. അങ്ങനെ ഇതും, പിന്നെ ഇതിന് നമ്മൾ ബാമ്പു ഉണ്ടോ, ഇതൊക്കെ വലിയ. ഇതിപ്പോൾ ഞാനിങ്ങനെ രണ്ടാമതിപ്പോൾ പോട്ട് ചെയ്തപ്പം ഹസ്ബൻഡ് പറഞ്ഞു ഇത് നമുക്ക് കൊടുക്കണ്ട, ഇത് ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഇതിൻ്റെ ഒന്നുകൂടി വേറെ ഉണ്ട് കേട്ടോ. അപ്പം അന്ന് സെയിലിന് വെച്ചപ്പം അങ്ങനെ 5 എണ്ണമായിരുന്നു സെയിലിന് വെച്ചിരുന്നത്. അങ്ങനെ ഇതൊക്കെ വീണ്ടും റിപ്പോർട്ടൊക്കെ ചെയ്ത് ഇവിടെ വെച്ചു കേട്ടോ. ഇതൊക്കെ നല്ല കുറച്ചുകൂടി നമ്മൾ ശരിക്കും കളറുള്ള ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഇനിയിപ്പോൾ കുറച്ച് അഗ്ലോണിമ കൂടി ഉണ്ട് ഇനി പൊട്ട് ചെയ്യാനുള്ളത്. ഇടയ്ക്ക് മഴ പെയ്യുമ്പം ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് എണീറ്റ് പോകുന്ന വെള്ളം വരും ഈ സൈഡിൽ കൂടെ. അപ്പോൾ ഇനി ഇവരെ കൂടി ഒന്ന് പുതിയ ചട്ടിയിൽ പറഞ്ഞാൽ മാറ്റുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതിനൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ചെറിയ ചട്ടിയിൽ നിന്ന് വലിയ ചട്ടിയിലേക്കും. പിന്നെ ഇവിടെ ഒരു വലിയൊരു ചെടിയുണ്ട് കേട്ടോ. അതെന്നും എന്നോട് പറയും വെട്ടട്ടെ എന്ന് ചോദിക്കും. പക്ഷെ ഞാൻ പറയും വെട്ടണ്ടെന്ന് പറയും. അങ്ങനെ ഇപ്പോൾ എന്തായി, വീടിൻ്റെ അത്രയും ഉയരത്തിൽ അത് പൊന്തി കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഏട്ടൻ്റെ നഴ്സറി ചെന്നപ്പോൾ ഉണ്ട്, അവിടെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്കിത് ഇങ്ങനെ പൊന്തി വരും വെട്ടാൻ തോന്നിയില്ല. അങ്ങനെ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇന്ന് ഞങ്ങളതിനെ വെട്ടിയിട്ടോ. നോക്ക് ഇനി എന്താകുന്നുള്ളത്. ഏതായാലും വെട്ടിയതിൻ്റെ ബാക്കി ഭാഗം ഉണ്ടല്ലോ, അതിനെ വേറെ കുറേ ചട്ടിയിൽ നട്ടു വെക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഏതായാലും വെട്ടി. അതിനെത്രയാക്കി വീടിൻ്റെ അത്രയും ഉയരം വെച്ചിരുന്നു കേട്ടത്. എന്നും വെട്ടാന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കാഞ്ഞിട്ടാണ്. പിന്നെ എന്തായാലും ഇത് വെട്ടി, ഈ ഒരു ഭാഗം കൂടി വെട്ടിക്കളയണം. അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളെ ഹർത്താലിൻ്റെ ബാക്കി പരിപാടികൾ. ചെട്ടി എല്ലാത്തിനെയും പുതിയതിലേക്കൊക്കെ മാറ്റിയപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അല്ലേ. ആർക്കെങ്കിലും ഇതിൽ വേണ്ടതുണ്ടെങ്കിൽ തരുന്നതായിരിക്കും കേട്ടോ. റിപ്പോർട്ട് ചെയ്തേ ഉള്ളൂ. ഈ ചെടീൻ്റെയൊക്കെ വലിപ്പം കണ്ടില്ലേ, ഇത്രയും വലിയ ചെടിയായിരുന്നു അന്ന് വെച്ചിരുന്നത്. അത് അന്ന് 5 എണ്ണം 2000 രൂപയ്ക്കായിരുന്നു. സിംഗിളായിട്ട് വേണ്ടവർക്ക് സിംഗിളായിട്ടും തരുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.